ഇന്ന് കൊടുക്കാനുള്ള പച്ചക്കറി പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ച് കൂടുതൽ കൊട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഐറ്റം പറിച്ചെടുക്കാനാ. ഇത് ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ കയ്പുണ്ട്, അത് പറിച്ചെടുക്കാം. കയ്പയും വഴുതനയുണ്ട് കേട്ടോ. കയ്പയുടെ കാര്യം കോമഡിയാണ്. കയ്പ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് വിളവെടുപ്പാന്നൊക്കെ പറഞ്ഞ് കയ്പയുടെ വള്ളി ഒഴിവാക്കാൻ നിൽക്കുമ്പോൾ പിന്നെയും കയ്പ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അടുത്ത പച്ചക്കറി എന്തെങ്കിലും നട്ട് കൊടുക്കുന്നവരെ കുറച്ചുകൂടെ കയ്പ അങ്ങനെ ഉണ്ടായി കിട്ടും. നല്ല സ്ലെറി അങ്ങോട്ട് അടിച്ചു കൊടുത്തപ്പോഴേ കയ്പൊക്കെ ഒന്നും കൂടെ നല്ല തലപ്പതാ, നല്ല പൊട്ടി ഉണ്ടായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാ. അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നല്ല കയ്പകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, വള്ളി മഞ്ഞളിച്ചു പോയിരുന്നു. ഇപ്പൊ വള്ളിക്ക് എല്ലാം പച്ചപ്പ് വന്നിട്ടുണ്ട്. ആ തലപ്പൊക്കെ പോണ പോലെ ഓരോ തലപ്പിൽ ഇതാ ഇവിടെ ഒക്കെ ചെറുത് ഇങ്ങനെ ചായണുണ്ട് കേട്ടോ നമ്മുടെ അവിടെയൊക്കെ. അപ്പൊ ഏതായാലും നമുക്ക് കയ്പ അങ്ങനെ നിർത്താം. പറിക്കല്ലേ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കതേ. കുറച്ച് ഹൈറ്റ് ഉണ്ട് നമ്മുടെ പന്തലിന്. ഇവിടെ കാണുന്നുണ്ടാ, വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും വെള്ളക്കയ്പ കേട്ടോ. ഇവിടെ വെള്ളക്കയ്പയ്ക്ക് നീട്ടം കുറവായിരിക്കും, പക്ഷെ അതുപോലെ വണ്ണം വെച്ച് വരും. നമുക്കൊരു കയ്പൊക്കെ നമുക്ക് റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിലായതുകൊണ്ടേ ഈച്ചയുടെ കുത്ത ഒന്നുമില്ല. ഒന്നും മരുന്നൊന്നും അടിച്ചു കൊടുക്കേണ്ട, നമ്മൾ കവർ കെട്ടി കൊടുക്കേണ്ട ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല ഫ്രഷിൽ അങ്ങനെ നിൽക്കും. ഇത് കണ്ടില്ലേ, നല്ല വലിയ കയ്പയാണ്. ഇത് നിറവ്യത്യാസം വന്നു കണ്ടില്ലേ ഇവിടെയൊക്കെ. ഈ ചൂട് കൂടുമ്പോൾ റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇത് കേടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു പൊള്ളലൊക്കെ വന്ന പോലെ. ചൂടിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. അപ്പോൾ നല്ല വിളവാകുന്ന വേഗം പറിച്ചെടുത്താലും ആ പ്രശ്നമില്ല. കുറച്ച് നിർത്തി കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് വെള്ളത്തിൽ തന്നെ ഒരു നീളം ടൈപ്പ് ഒക്കെ പടുമുളയാണ്, നമ്മൾ നട്ടതല്ല, അതുകൊണ്ട് പല ഐറ്റം ഉണ്ടാവും. പഴുത്ത് ഇങ്ങനെ പറിക്കാനിട്ട് അങ്ങനെ വിത്ത് വീണിട്ടാട്ടോ ഇങ്ങനെ ഇനി മുളച്ചുണ്ടാവുന്നത്. എല്ലാം പടുമുള ആകുമ്പോൾ കുറേ അങ്ങോട്ട് ഉണ്ടായി കിട്ടുകയുള്ളൂ. നമ്മൾ വലിയ പരിചരണമൊക്കെ കൊടുത്ത് നട്ടാൽ അതൊന്നും റെഡിയായി കിട്ടില്ല. ഏകദേശം ആയ കയ്പകളൊക്കെ പറിച്ചെടുത്തു കേട്ടോ. ഇതാ ഇവിടെ നോക്ക്, നല്ല ഇവിടെ നിന്നിട്ട് മൂത്തുപോയി. ഇതാ ഇത്രയും കയ്പുണ്ട്. ഇനി നമുക്ക് വേഗേ ഇതിൻ്റെ ഉള്ളിൽ അടുത്തത് തൊട്ട താഴെ നിറച്ച് കളയാനിട്ട റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ വഴുതന പറിക്കാനുണ്ട്. കുറേ വഴുതന ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. കള അങ്ങോട്ട് കയറിപ്പോയി. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പണിത്തിരക്ക് കാരണം കളയൊന്നും ചെത്തി കൊടുത്തില്ല. പിന്നെ ഇപ്പോൾ ഏതായാലും ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനുള്ളൊക്കെ വൃത്തിയാക്കാണ്ട് ഇവിടെ തന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ വഴുതന. വഴുതന ഇഷ്ടം പോലെ വഴുതനുണ്ട്. വലുതുണ്ട് വലുതാ വഴുതന. പുതിയത് പുറത്തായതുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇതിന് കുറേ വിളവെടുത്താട്ടോ നമ്മൾ, അത്യാവശ്യം ആയതാണ്. അതിപ്പോൾ വലിയ വലിപ്പത്തിലില്ല, പക്ഷെ നല്ല വലിപ്പമുള്ള ടൈപ്പ് പുറത്ത് നട്ടയിലുണ്ട്. അതിലൊക്കെ ഉണ്ടല്ലേ വഴുതനയൊക്കെ ഉള്ളിലായതുകൊണ്ടേ അത്യാവശ്യം വലിപ്പമുണ്ട് അല്ലേ. അങ്ങോട്ടൊക്കെ ഉണ്ട്. കുറേ കള ചീരയാണ് കേട്ടോ. ചീരയൊക്കെ വെട്ടിയിട്ട് ഇപ്പം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് ഓരോ തലപ്പം നമ്മൾ പച്ചക്കറിയുടെ പണികൾ എടുത്തുകൊണ്ട് വരികയാണ്. ആദ്യം നമുക്ക് ബീൻസ് നടാനുള്ള സ്ഥലം റെഡിയാക്കണം. അതിന് പിന്നെ കുമ്പാണ്. കുമ്പം കഴിയുന്നതിന് പിന്നെ ചേന ഇട്ട് കൊടുക്കാണ്ട് എല്ലാ പണികളും അടുപ്പിച്ചാണ് വരുന്നത്. നമുക്ക് റെയിൻ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ വഴുതനായിട്ടത്. ഇത് നമ്മൾ പുറത്ത് നട്ട് പറഞ്ഞില്ലേ, അതാ ഇതിൽ ആദ്യം വിളവെടുപ്പാട്ടോ. അതാ ഇത് നല്ല അടിപൊളിയായിട്ട് വഴുതനുണ്ട്. ഇതൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള. ഇതിനെന്തോ ഒരു ചെറിയ കേടുണ്ട്, നമുക്ക് കട്ട് ചെയ്തെടുക്കാം, പറ്റുകയാണെങ്കിൽ എടുക്കാം. ഇതൊക്കെ അത്യാവശ്യം നല്ല ഇങ്ങനെ വണ്ണവും ഉണ്ടാവും, ഇത്ര വലുപ്പമൊക്കെ ഉണ്ടാവും. മറ്റേത് നമ്മൾ ആദ്യം വിളവെടുത്ത് കുറേ കഴിഞ്ഞതുകൊണ്ടാ ഇല്ലേ, വ്യത്യാസം ഉണ്ടല്ലേ വലുപ്പത്തിൽ. ഇതിലൊക്കെ ഉണ്ടോ ഈ ചെടി ചെരിഞ്ഞിട്ട് നമ്മളൊന്ന് ഇതുപോലെ കമ്പ് വെച്ചിട്ട് കെട്ടി കൊടുത്ത് നിർത്തിയാട്ടോ. ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇത് കാണിച്ചെടുക്കും ഞങ്ങളെ
ഇതെങ്ങനെ ഉണ്ടാവും ശരിക്കും വഴുതന ഫസ്റ്റിലെ ടൈമിലൊക്കെ. അതിനുള്ളിലുണ്ട്. ഇനി നമുക്ക് എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ തുടങ്ങുന്നുള്ളൂ. നമ്മൾ ആദ്യ വിളവെടുപ്പാണ് ഇതിൽ. ഒക്കെ ഇനി ആയിക്കോട്ടെ അല്ലേ. അത്യാവശ്യം വലുപ്പം വെക്കുന്നതാണ്. അതാ ഒരു കൊട്ടയിൽ നമുക്ക് വഴുതന കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് തക്കാളി ഉണ്ട്. ഈ വേഗം തക്കാളിയും കൂടെ പറിച്ചെടുക്കാം. 2 ദിവസം മുന്നേ നമ്മൾ തക്കാളി പറിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തതാ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ട് തക്കാളി പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പർ തക്കാളിയാണ്. ചെടിയൊക്കെ അങ്ങോട്ട് ആ കരിച്ചിൽ വന്നിട്ട് പോയാലും തക്കാളി സൂപ്പറായിട്ടുണ്ട്. ഒരുവിധം പഴുത്ത് വരുന്നൊക്കെ ഉണ്ട് എടുക്കുക. തക്കാളി കുറേ ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ വീഡിയോ ചെയ്തുകൊണ്ട് കണ്ടിട്ട് തക്കാളി ഉണ്ടോയെന്ന് ചോദിച്ചു. ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്ക് പറഞ്ഞല്ലോ കൊടുക്കാനുള്ള തക്കാളി ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ കഴിഞ്ഞിരുന്നു. അപ്പം വീണ്ടും ഇപ്പോൾ തക്കാളി ആയിട്ടുണ്ട്. ഇതുണ്ടോ കാണുന്നുണ്ടോ അവിടുന്ന്? നല്ല അടിപൊളി കൂട്ടാണ്. 3 എണ്ണം. അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി കേട്ടോ. ഇതൊക്കെ എടുക്കാം അല്ലേ? അല്ല, നമുക്കിത് കൊടുക്കായതുകൊണ്ടേ അവർക്ക് അധികം പഴുപ്പ് വേണ്ടല്ലോ. കുറച്ചൊരു ഇതുപോലുള്ള ഒക്കെ കൊടുത്താൽ ഇതൊക്കെ നീളാൻ മൈസൂർ തക്കാളി എന്ന് പറയും നമ്മൾ. തക്കാളി വിട്ടുപോയി. ഇങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് ചെറുതാട്ടോ. ഉള്ളിലുണ്ടോ? ആ, ചീരി വഴുതനി തക്കാളിയൊക്കെ അടുപ്പിച്ചായതുകൊണ്ടേ. ഇതാ നീളം ടൈപ്പാടി മൈസൂർ തക്കാളി. ഇതൊക്കെ ഈ ഹൈബ്രിഡിൽ വരുന്ന തന്നെ രണ്ടും കേട്ടോ. നമ്മുടെ നാടൻ തക്കാളി എന്ന് പറയുന്നത് റൗണ്ടിനെ, ഇതിന് നമ്മൾ നാടൻ തക്കാളി എന്ന് പറയും. ഇത് മൈസൂർ. രണ്ടും മൈസൂരിൽ തന്നെ ഹൈബ്രിഡ് തക്കാളികൾ തന്നെ കേട്ടോ. കർണാടകത്തിലൊക്കെ കൂടുതൽ കൃഷി ചെയ്യുന്നത് തന്നെ. ഇതിനുള്ളിൽ നോക്കി പഴുത്തിട്ട് നമ്മൾ ക്യാബേജാണ് പറിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകാം. ഇപ്പൊ ഒരു മീഡിയം ക്യാബേജ് ആട്ടോ, വലിയ വലുപ്പമല്ല, ആവശ്യത്തിന് ഇതാ ഇത്ര വലുപ്പമുള്ള ഒരു മീഡിയം. ഇതൊക്കെ ചീച്ചില്ല അല്ലേ? ഇവിടെ ക്യാബേജ് ഒന്നും കൂടുതലല്ല, നമ്മൾ കൊടുക്കുന്ന പച്ചക്കറിയിൽ കിട്ടുന്ന ഓർഡറിലുള്ള കേട്ടോ ഇപ്പോൾ പറിക്കുന്നത്. ഇനി ക്യാബേജ് വിടക്കട്ടെ, പച്ചമുളക് പറിക്കാനുണ്ട് കേട്ടോ. ഉമ്മ പറിക്കുന്നുണ്ട്, നമുക്ക് ആയുധാകൊണ്ട് എടുത്തു കൊണ്ടിരണം. പച്ചമുളകേ ഉമ്മ പറിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്ത പച്ചമുളക് തന്നെ കേട്ടോ. കണ്ടില്ലേ, ഏറ്റവും വലുപ്പമൊക്കെ ഉള്ള അടിപൊളി പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് ഇനിയും കുറേ പറിക്കാനുണ്ട്. പക്ഷെ ഇന്നത്തേക്ക് ആവശ്യത്തിന് ഇതാ ഇത് മതി. നമ്മൾ നിർത്തുകയാണ്. ഇതാ ഈ ഒരു ബക്കറ്റ് തന്നെ മതി. പിന്നെ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. അടുത്തത് നമ്മളിതാ കോവലാട്ടോ പറിക്കുന്നത്. കോവലിപ്പോൾ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്, നല്ല വണ്ണുള്ള കോവല. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കലുണ്ട് കോവല്. ഇനി എന്ത് ചെയ്യുക, വേഗം നമുക്ക് നല്ല ആയ കോവൽ നോക്കിയിട്ട് അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാം. ഇത്രയും കോവൽ കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് ബ്രൊക്കോളിയും കൂടെ ഉണ്ട്. ബ്രൊക്കോളി നമ്മൾ ആദ്യം വിളവെടുത്തതിൽ പിന്നെ പൊട്ടി ഉണ്ടായിട്ട് അതിലുണ്ടായതാട്ടോ. വലിയ വലുപ്പമൊന്നുമില്ല. നമുക്ക് തണുപ്പ് മാറിയതുകൊണ്ട് ഓവർ നിർത്താൻ വയ്യ. അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. ചെറുതാ ഇവിടെ ഒന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഇങ്ങനെ പുതിയ ബ്രാഞ്ച് ഉണ്ടായിട്ട് അതിലുണ്ടാകുന്നത്. അത് പുതിയ ബ്രാഞ്ച് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പം ആദ്യം ഉണ്ടായാൽ എത്ര പോകുന്ന ബ്രൊക്കോലി. തണുപ്പ് മാറിയതിനു ശേഷം കൂടുതൽ നിൽക്കുന്നില്ല.
വേഗം കേടായി പോകുന്നുണ്ട്. ഇതാ. ഇതിലൊക്കെ നോക്ക്, ഇഷ്ടംപോലെ പുതിയതായിട്ട് പൊട്ടിണ്ടായിട്ട് ഞാൻ പറഞ്ഞ നിൽക്കൂലെന്ന് പറഞ്ഞിട്ടില്ലേ. രണ്ടാമതുണ്ടായ ബ്രൊക്കോളിയാണ്, പക്ഷെ വേഗം കണ്ടില്ലേ കേടായി പോയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് എടുക്കാം, ചെറുതാണ്. ചീര നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പൊ നല്ല വെയിൽ വന്നിട്ട് കേട്ടോ, ചീര ആദ്യം കട്ട് ചെയ്ത് വെച്ച് നന്നായി, അല്ലെങ്കിൽ വാടിപ്പോവും. അപ്പൊ ഇതെല്ലാ ഐറ്റംസ് നമ്മൾ ഒരേ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമ്മളിന്ന് കൊടുക്കുന്നത് നമ്മളിവിടെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സിനാട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർഡർ തരുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു സ്കൂളിൽ കൊണ്ടേ കൊടുക്കുന്നതിൻ്റെയൊക്കെ. അപ്പം ഇനി വേഗം ചെയ്യാതൊക്കെ ഓരോന്നും തൂക്കം അനുസരിച്ച് വെക്കണം. അവർക്ക് ഇത്ര തൂക്കം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, 1/2 കിലോ 1 കിലോ ഒക്കെ ആക്കിയിട്ട് അതിന് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇനി പാക്ക് ചെയ്യണം. ഇത്രയുള്ള വീഡിയോയിൽ ഇനി വേഗം ചെയ്യാം, ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ.